സങ്കീർത്തകനായ ദാവീദ് ഇപ്രകാരം പറയുന്നു: കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് നൽകും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ആട്ടിടനായി നടന്നിരുന്നവനെ സ്വർഗത്തിലെ ദൈവം വിളിച്ച് അഭിഷേകം ചെയ്ത് മാന്യത നൽകി ചക്രവർത്തി പദവിയിലേക്ക് ഉയർത്തിയ അനുഭവം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവനിപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹം എത്രയോ വലുത്. ശരിയല്ല? ഈ കാലയളവിൽ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിട്ടുള്ള എത്രയോ അനുഗ്രഹങ്ങൾ, അതിൻ്റെ പിൻബലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഏറെ മുന്നോട്ട് കുതിച്ചിരിക്കുന്നത്. മുന്നോട്ട് പോകാൻ പ്രചോദനമായി തീർന്നിരിക്കുന്ന അനേക ദൈവിക ഇടപെടലുകൾ അനുഭവിച്ചറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. വിശ്വസിക്കുന്നവർ ഒരു ഹാലലുയ പറഞ്ഞേ. ഹാലലുയ. സ്വരമുയർത്തി പറഞ്ഞോ ഹാലലുയ. പ്രിയപ്പെട്ടവരെ, ഒരു നൈറ്റ് വിജിൽ, ഷാലോം നൈറ്റ് വിൽ രാത്രികളിൽ ലോകമെമ്പാടും അനേക കുടുംബങ്ങൾ, വ്യക്തികൾ, സമൂഹങ്ങൾ ദാഹത്തോടെ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ, വൻകരകളിൽ, രാജ്യങ്ങളിൽ ദൈവമക്കൾ നൈറ്റ് വിജിലൂടെ കർത്താവ് ചൊരിയുന്ന അത്ഭുത അഭിഷേകവും കൃപയും പ്രാപിക്കാൻ ദാഹത്തോടെ കാത്തിരിക്കുന്നു. ഒരു ഹാലലുയ പറയാം. ഹാലലുയ, ഹാലലുയ. അതുകൊണ്ട് നിശ്ചയമായി ഈ രാത്രിയിൽ വലിയൊരു പ്രാർത്ഥനയുടെ ശൃംഖല ലോകം മുഴുവനും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. അതിനാൽ നമ്മുടെ ജീവിതങ്ങൾ നിശ്ചയമായി അനുഗ്രഹം പ്രാപിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ നന്നായി ഒന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്തു. പ്രിയമുള്ളവരെ, ഷാലോം നൈറ്റ് വിജിലൂടെ അനേകം രോഗികൾ സൗഖ്യമായി ഇന്നും ജീവിക്കുന്നു. അനേകം തകർന്ന ജീവിതങ്ങളെ കർത്താവ് ഈ രാത്രിയിൽ നൈറ്റ് വിജിലൂടെ പണിതുയർത്തി പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുത്ത് കർത്താവ് വീണ്ടും ജീവിതത്തിൻ്റെ പന്താവിലേക്ക് അവരെ എല്ലാവരെയും മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ലോകത്ത് നൈറ്റ് വിജിലൂടെ ദൈവം അനുഗ്രഹിച്ച വ്യക്തികൾ, കുടുംബങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. ഇന്ന് നൈറ്റ് വിജിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ഷാലോമിൻ്റെ ഒരു ആഗ്രഹം പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഷാലോം മിനിസ്ട്രിയിലേക്ക് സാക്ഷ്യമായി എഴുതി അറിയിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. സാക്ഷ്യമായി നിങ്ങൾക്ക് കിട്ടിയ ആന്തരികവും ഭൗതികവുമായ എല്ലാ നന്മകൾ, ആത്മീയ ഉണർവ്, രോഗസൗഖ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം മാനസാന്തരപ്പെട്ട ജീവിതങ്ങൾ, അങ്ങനെ കർത്താവ് തൊട്ട ഒട്ടനവധി ജീവിത യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ തന്നെ ഈ സത്യം നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഷാലോം ടിവിയുടെ മുമ്പിലിരുന്ന് ഇന്ന് നൈറ്റ് ശ്രദ്ധിക്കുന്നവർ ഓർക്കണമേ, നിങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യങ്ങൾ, സൗഖ്യങ്ങളൊക്കെ ഷാലോമിലേക്ക് എഴുതി അറിയിക്കാൻ ഷാലോം താല്പര്യപ്പെടുകയാണ്. അനേകർക്കത് പ്രചോദനമായി, അനുഗ്രഹമായി ദൈവത്തെ കണ്ടെത്താൻ ഇടയാകുമല്ലോ. അതിനാൽ ശ്രദ്ധിക്കണമേ, നിങ്ങൾ സാക്ഷ്യം എഴുതുമ്പോൾ നിങ്ങളുടെ വിലാസം വ്യക്തമായി എഴുതുക. നിങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറും അതിൽ എഴുതി ചേർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നല്ലൊരു ഹാലലുയ പറയാം. ഹാലലുയ. സ്വരമുയർത്തി പറഞ്ഞേ ഹാലലുയ. കരങ്ങളൊന്ന് ചലിപ്പിച്ച് പറഞ്ഞേ ഹാലലുയ. കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറ് നല്ലൊരു ഹാലലുയ പറയാം. ഹാലലുയ. തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ശുശ്രൂഷയിലേക്ക് വീണ്ടും നമ്മൾ അഭിഷേകത്തിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരമൊക്കെ ഒന്ന് സ്തുതി കൊടുക്കാം. ഇടത്തും വലത്തും ഉള്ളവർക്കൊക്കെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ മണിക്കൂറുകളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് വേണ്ടി മാത്രമല്ല, സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും വേണ്ടി നമ്മൾ ഈ രാത്രിയിൽ ഈശോയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. നിശ്ചയമായും ഈ രാത്രിയിൽ അമ്മ വഴിയായി നമ്മൾ ഉയർത്തിയ എല്ലാ നിയോഗങ്ങളുടെയും മേൽ ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ കർത്താവ് വലിയ കൃപകൾ ചൊരിയും. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടെന്ന് പറയാമോ? ഹല്ലേലൂയ. വീണ്ടും നല്ല ദൈവത്തെ ആരാധിക്കുവാനും ഒത്തിരി അവിടുത്തെ സ്നേഹിക്കാനും
ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിക്കുവാനും ഈ അനുഗ്രഹീതമായ സമയം ഈശോ നമ്മളെല്ലാവരെയും വീണ്ടും ഒരുമിച്ച് ചേർക്കുകയാണ്. കർത്താവിന് നന്ദി പറഞ്ഞെന്ന് പറയാമോ? ഹല്ലേലൂയാ. ഇന്ന് ഈ കുടാരത്തിലും വിദൂരങ്ങളിലും ഒക്കെയായി ഈ ദൈവരാജ്യത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരുങ്ങുമ്പോൾ ആ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം നമുക്കറിയാം അവിടുത്തെ വചനങ്ങളിലൂടെയാണല്ലോ കൂടുതലായി നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ ദൈവ ശബ്ദം നമ്മോട് അവിടുന്ന് നൽകുകയാണ്. ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തൂ, കണ്ണുനീർ തുടയ്ക്കൂ. ഈശോ പറയുകയാണ്, എന്നോടും നിങ്ങളോടുമാണ് പറയുന്നത്. ഒരുപാട് കണ്ണുനീരിൻ്റെ, വിലാപത്തിൻ്റെ, മുറവിളിയുടെ അനുഭവങ്ങളിൽ ഈ രാത്രി ജാഗരണത്തിൽ പങ്കെടുക്കുന്ന നമ്മോട് ഓരോരുത്തരോടും കർത്താവ് അരുളി ചെയ്യുകയാണ്. ഭാവിയായ ഞാനോ ഈ ഭൂമിയിലെ മറ്റൊരു വ്യക്തിയോ ശക്തിയോ അല്ല, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച, ഈ ആലയത്തെ തിരഞ്ഞെടുത്ത, എന്നെ നിങ്ങളെ രൂപപ്പെടുത്തിയ കർത്താവാണ് അരുളി ചെയ്യുന്നത്. കരച്ചിൽ നിർത്തൂ, കണ്ണുനീർ തുടയ്ക്കൂ. ദൈവം ഒരു പ്രവൃത്തി നമ്മുടെ ഇടയിൽ ഈ രാത്രി ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെന്ന് പറയാമോ? ഹല്ലേലൂയാ. വചനം ഇങ്ങനെ തുടരുകയാണ്. കരച്ചിൽ നിർത്തൂ, കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾക്ക്, സഹനങ്ങൾക്ക്, ഇന്നലകളിൽ നമ്മൾ രാവും പകലും ഉയർത്തിയ കണ്ണുനീരോടെയുള്ള നിലവിളികൾക്ക് ഈ രാത്രിയിൽ എൻ്റെ ദൈവം പ്രതിഫലം നൽകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയാ. വീണ്ടും ദൈവം ഇങ്ങനെ പറയുകയാണ്, ശത്രുക്കളുടെ ദേശത്ത് നിന്ന് നിന്നെ ഞാൻ ഈ രാത്രിയിൽ തിരികെ കൊണ്ടുവരും. അങ്ങനെയാണ് വചനം പറയുന്നത്. ആരാണ് നമ്മുടെ ശത്രു? നമുക്ക് നന്നായിട്ട് അറിയാം. പിശാചാണ്, തിന്മയാണ് നമ്മുടെ ശത്രു. ഈ പ്രാർത്ഥനയിൽ അനേകർ പങ്കെടുക്കുമ്പോൾ അനേകർ പിശാചിൻ്റെ പിടിയിൽ പെട്ടുപോയിട്ടുണ്ട്. പാപത്തിൽ, തെറ്റായ ബന്ധങ്ങളിലാകാം. ഒരുപാട് പൈശാചിക അടിമത്തങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് പറയുകയാണ്, ശത്രുക്കളുടെ ദേശത്ത് നിന്ന്, തിന്മയുടെ ആ പിടിവിൽ നിന്ന് നിന്നെ ഞാൻ ഈ രാത്രിയിൽ വിടുവിക്കും. വലതുകൈ ഉയർത്തി പറയാമോ? ഹല്ലേലൂയാ. വീണ്ടും യേശുവിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഇങ്ങനെ പറയുകയാണ്, നിന്റെ ഭാവി പ്രത്യാശ നിർഭരമാണ്. എൻ്റെ പ്രിയരെ, ദൈവമാണത് പറയുന്നത്. നമ്മൾ ഈ ആരാധനയിൽ ഈ രാത്രിയിൽ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ നിരവധിയായ പ്രതികൂലങ്ങളുണ്ട്. കാർഷിക മേഖലയുടെ വില തകർച്ചകൾ, അനുകൂലമല്ലാത്ത കാലാവസ്ഥകൾ, വലിയ സാമ്പത്തിക മാന്ദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴും നമ്മുടെ കർത്താവ് പറയുകയാണ്, എൻ്റെയും നിങ്ങളുടെയും ഭാവി പ്രത്യാശ നിർഭരമാണ് എന്ന് പറയാം. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ഭാവിയെ കൂടുതൽ മെച്ചമുള്ളതാകാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ജോബിൻ്റെ പുസ്തകം 42:12 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ ധന്യമാക്കി. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ഇന്നലകളെക്കാൾ നമ്മൾ താഴോട്ട് പോകണമെന്നല്ല, അടിക്കടി നമ്മൾ ആത്മീയമായും ഭൗതികമായും ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ രാത്രി നമ്മൾ വിളിക്കുന്നത്. അവിടുന്ന് പറയുകയാണ്, നിന്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ നിന്റെ ദൈവം ഈ രാത്രിയിൽ ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ 36:11 അതാണ് പറയുന്നത്, മുൻകാലങ്ങളെക്കാൾ കൂടുതൽ നന്മ നിങ്ങൾക്ക് ഞാൻ, എനിക്കും നിങ്ങൾക്കും വലിയവനായ ദൈവം ഈ രാത്രിയിൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാന വചനത്തിൽ നമ്മൾ വീണ്ടും കാണും, നിന്റെ സന്നദ്ധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയവർ സ്വദേശത്തേക്ക് മടങ്ങി വരും. 36:17 പറയുകയാണ്, അവൻ സ്വദേശത്തേക്ക് മടങ്ങി വരും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒരുപാട് മക്കൾ ദൈവത്തിൻ്റെ ആലയം വിട്ട്, സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒരുപാട് ജനം അകന്നു നിൽക്കുകയാണ്. ദേവാലയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആത്മീയ മരവിപ്പിൻ്റെ, നിസ്സംഗതയുടെ ഒരു വലിയ ജനസമൂഹം നമ്മുടെ ഇടയിലുണ്ട്. കർത്താവ് പറയുകയാണ്, ഇന്ന് നീ ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സഭയിലേക്ക് മടങ്ങി വരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവാണ് അരുളി ചെയ്തത്. ഈ വാഗ്ദാനം ചെയ്ത ദൈവം, എൻ്റെ പ്രിയരെ, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആലയത്തിൽ അവിടുന്ന് നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അവിടുന്ന് നമ്മളെ ഓരോരുത്തരെ നോക്കുകയാണ്. കണ്ണുകളെ ദയവായി ഒന്നടച്ച് വലിയവനായ ഈശോ, ശക്തനായ ദൈവമേ, അവിടുന്ന് വാഗ്ദത്തം ഞങ്ങളിപ്പോൾ ഹൃദയത്തിൽ സ്വീകരിച്ച്, ദൈവമേ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ,
നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേരുകയാണ്. കണ്ണുകളെ ദയവായി അടച്ച് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ കർത്താവേ, നീ എന്നോട് പറഞ്ഞല്ലോ കരച്ചിൽ നിർത്തുക, കണ്ണുനീർ തുടയ്ക്കുക. ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ കരച്ചിലുകളും കണ്ണുനീരുകളും നിൻ്റെ മുമ്പാകെ ഞാൻ സ്തുതികളായി ഉയർത്തുന്നു. ദൈവമേ, ശത്രുക്കളുടെ ദേശത്ത് നിന്ന് നിന്നെ ഞാൻ തിരികെ കൊണ്ടുവരും, നിന്നെ ഞാൻ വീണ്ടെടുക്കുമെന്ന് നീ പറഞ്ഞല്ലോ കർത്താവേ. ഞാനും എൻ്റെ കുടുംബവും ഈ നാളുകളിൽ ഒരുപാട് തിന്മയുടെ പിടിയിലായി പോയിട്ടുണ്ട് കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. ശത്രുവിൻ്റെ കരാളകസ്തങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് പെട്ടുകിടക്കുകയാണ് കർത്താവേ. എനിക്കിവിടുന്ന് ഒരു വീണ്ടെടുപ്പ് വേണം ദൈവമേ. നിന്റെ നാമത്തിൽ അതുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഭാരങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന പ്രത്യാശ നിർഭരമായ ഭാവിയിലേക്ക് കടക്കുവാൻ ഈ രാത്രിയിൽ എന്നെ അനുവദിക്കണമേ ദൈവമേ. അടിയനോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ലോകമെമ്പാടും ഈ സുവിശേഷ പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഞങ്ങൾ കൂട്ടായി നിന്റെ മുമ്പാകെ ഉയർത്തുകയാണ്. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കരങ്ങളെ ഉയർത്തുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തുന്ന ദൈവമേ. ഈ ആരാധനയിൽ അടിയങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ അയോഗ്യതകൾ പരിഗണിക്കരുത് കർത്താവേ. അങ്ങയുടെ വിടുതലിന്റെ ശക്തി ഞങ്ങളുടെ മേലെ അയക്കണമേ. ഞാൻ പെട്ടുപോയ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ആ രക്ഷാനാമം, ആ വിടുതലിന്റെ നാമം ബോധപൂർവ്വം ഒന്ന് വിളിക്കാം. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ. സ്വതന്ത്രമായ അല്പസമയം അവിടുത്തെ ഒന്ന് ആരാധിക്കാൻ എല്ലാവരും ഒന്ന് പരിശ്രമിക്കാമോ? അവിടുന്ന് ഇവിടെയുണ്ട്. നല്ല കർത്താവേ, കൂട്ടായ്മയിലുള്ള എല്ലാവരോടും ആത്മാവിൽ ഐക്യപ്പെട്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ശാലോമിന്റെ ആലയത്തിലിരുന്നു, വിദൂര സ്ഥലങ്ങളിലിരുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ അതിരങ്ങളുടെ കെട്ടുകൾ അഴിക്കണമേ. ഹൃദയം തുറന്ന് നിന്നെ ആരാധിക്കാൻ, അതരം തുറന്ന് നിന്നെ സ്തുതിക്കുവാൻ അയോഗ്യരായ ഞങ്ങളെ ഏവരെയും ബലപ്പെടുത്തണമേ ദൈവമേ. നിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടും വിടുവിക്കട്ടെ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ രോഗഗ്രസ്തമായ ശരീരങ്ങളിൽ സൗഖ്യമായി മാറട്ടെ. ഹല്ലേലൂയ കർത്താവേ, വാഴ്ത്തുന്ന ദൈവമേ. ഞങ്ങൾ ഈ ആരാധനയിൽ ലോകം മുഴുവനെ ഞങ്ങൾ ചേർത്ത് വെക്കുന്ന ദൈവമേ. പല കാരണങ്ങളാലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെയും ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഉയർത്തുന്ന ദൈവമേ. ഇവിടെ ഞങ്ങൾ സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥനാ നിയോഗങ്ങളെയും യേശുവേ നിന്റെ മുമ്പാകെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. നിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തെ, ഈ ശാലോമിന്റെ ആലയത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. നീ ഞങ്ങളോട് അടുത്തു വരണമേ. നിന്റെ സന്ദർശനം അനുഭവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധി ചെയ്യണമേ. ഗ്ലോറി ജീസസ്, ഗ്ലോറി ജീസസ്. ലോകമെമ്പാടുമുള്ള കൂട്ടായ്മയോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈ രാത്രിയിൽ ഞങ്ങളെങ്ങനെ ആരാധിക്കട്ടെ ദൈവമേ. ഈ രാത്രി ഞങ്ങളെ ആരാധിക്കട്ടെ ദൈവമേ. ഓ സ്തോത്രം, സ്തോത്രം ദൈവമേ. ഞങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെല്ലാം ഞങ്ങളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ സഭാ സമൂഹങ്ങളെ രാത്രിയിൽ ഉണർത്തണമേ ദൈവമേ. തളർന്നു പോയ ജീവിതങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഓ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ ദൈവമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോധപൂർവം ചേർന്ന് കരങ്ങൾ ദയവായി ഒന്ന് ഉയർത്തി വീശി. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നമ്മുടെ ഇടയിൽ നടക്കുന്നു. സ്തോത്രം. ചേർന്നൊരിക്കൽ കൂടി കരം ഉയർത്തി വീശി. യേശു ഇവിടെയുണ്ട്. ഓ സ്തോത്രം ദൈവമേ, ആരാധന. ഈശോ
ചേർന്ന് താളത്തിലടിച്ച് ദൈവത്തിന് ആരാധന. ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കുക. ദൈവത്തിന് ആരാധന. ത്രിയേക ദൈവത്തിന് ആരാധന. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടാമോ? പിതാവാം എന്റെ പിതാവ്, ആത്മാവാം ആത്മാവായ ദൈവം ഈ രാത്രിയിൽ നമ്മെ സന്ദർശിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി വീശി ഹല്ലേലൂയ പാടി. സ്തോത്രം സ്തോത്രം. കണ്ണുകളെ ദയവായി അടച്ച് മലാഹവൃന്ദങ്ങളോട് ചേർന്ന് രാജാതിരാജനായ യേശു ദൈവമേ, നീയാണ് എൻ്റെ രാജാവ്, നീയാണ് എൻ്റെ കുടുംബത്തിന്റെ കർത്താവ്. ഹല്ലേലൂയ. വാഴ്ത്തുന്നു ദൈവമേ, വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി അവിടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തി ഒരുമിച്ച് ഒരു നിമിഷം വിളിക്കുന്നു ഈശോയേ. ഏതാനും മിനിറ്റുകൾ സ്വതന്ത്രമായി ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവമേ, ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ സഹനങ്ങൾ വേദനകൾ ഉയർത്തി ഞങ്ങൾ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധിയെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കായി കുരിശിൽ മരിച്ചവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധിതനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇന്നയോളം എന്നെ നടത്തിയ ദൈവമേ ആരാധിക്കുന്നു. എന്റെ പാവങ്ങളെ മറച്ചെന്നോട് കരുണ കാണിച്ച ദൈവമേ ആരാധന. എന്റെ കുടുംബത്തെ പരിപാലിച്ചവനെ ആരാധന. അവിടുത്തെ വലിയ സാന്നിധ്യത്തിന്റെ മുമ്പിൽ അല്പസമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ വീണ്ടും വീണ്ടും നമുക്ക് അവിടുത്തെ ആരാധിക്കാം. തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം എത്രയോ വലുത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവമേ, അങ്ങ് സ്നേഹിക്കുന്ന ഞങ്ങളിത് അങ്ങയുടെ മുമ്പാകെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നവ സജ്ജമാക്കിയിരിക്കുന്നവ പ്രാപിക്കുവാൻ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇപ്പോൾ നിന്റെ സന്നിധിയിലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേൽ ചൊരിയണമേ. ഹൃദയം ഉയർത്തുന്ന എല്ലാ കുടുംബങ്ങളുടെ മേൽ ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി വിളിക്കുക ഈശോ. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, ദൈവമക്കൾ ആരാധിക്കുന്നു. ദൈവമക്കൾ അങ്ങേ സ്നേഹിക്കുന്നു. ദൈവമക്കൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഈ ആരാധക സമൂഹത്തിന്റെ മേലങ്ങ് കാരുണ്യം ചെയ്യണമേ കർത്താവേ. ഞങ്ങളിൽ അങ്ങ് പ്രസാദിക്കണമേ, ഞങ്ങളിൽ അങ്ങ് പ്രസാദിക്കണമേ കർത്താവേ. ഓ, അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, അങ്ങയോട് ഉൾച്ചേരുവാൻ, അങ്ങയോട് ഒന്നാകുവാൻ, കൃപയോട് സഹകരിക്കാൻ തടസ്സമായി എന്നിലും ഈ സമൂഹത്തിലുമുള്ള എല്ലാ തിന്മയുടെ കെട്ടുകളും നിന്റെ നാമത്തിൽ അഴിയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ചലിക്കുന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ദൈവ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുന്നു. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും പാടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. കരങ്ങൾ
കരങ്ങൾ സാവധാനം ഉയർത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, അരൂപിയായ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ നടക്കുന്ന ദൈവം, ഹല്ലേലൂയ, യേശുവിനെ മാത്രം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിനും അന്തിനുമായോനേ, കരങ്ങളൊന്ന് അടിക്കാമോ? ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനേ, ആദിനും അന്തിനുമായോനേ, ആമേൻ. ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനേ, ആദിനും അന്തിനുമായോനേ, ഓ സ്തോത്രം. ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായോനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് ഓ ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അരൂപിയിൽ ഒന്ന് ആരാധിക്കാമോ? നാവിനെ വിട്ടുകൊടുത്ത് ഇസ്രായേലിന്റെ പരിശുദ്ധനായ പരമപരിശുദ്ധൻ ആരാധിക്കും. സ്നേഹത്തിന്റെ പൂർണ്ണതയെ ആരാധിക്കും. ശക്തിയുടെ ഉറവിടത്തെ ആരാധിക്കുന്നു. സൗഖ്യത്തിന്റെ ഉറവിടത്തെ ആരാധിക്കുന്നു. വിടുതലിന്റെ ദൈവത്തെ ആരാധിക്കുന്നു. ഓ സ്തോത്രം. നാവുകളെ വിട്ടുകൊടുത്ത് കണ്ണുകളടച്ച് ബാറൂക്ക് 4:21 എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രു കരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ വീണ്ടെടുക്കും. യേശു നമ്മളെ വീണ്ടെടുക്കും. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി അവസരത്തിലേക്ക് ഉയർത്തി ഈശോയെ എന്നെ വിടുവിക്കണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഭാഷാവരമുള്ളവർ ദയവായി ഭാഷാവരത്തിൽ അല്പസമയം, ഏതാനും മിനിറ്റുകൾ, ഒരു 3-4 മിനിറ്റ് സമയം ആത്മാവിലും സത്യത്തിലും അവിടുത്തെ ആരാധിക്കാം. രോഗികൾ ആരാധിക്കട്ടെ, ഭാരപ്പെടുന്നവർ യേശുവിനെ വിളിക്കട്ടെ, അവിടുത്തെ നാമത്തിൽ മറുഭാഷയിൽ അല്പസമയം കൂടി. ഓ സ്തോത്രം. ആത്മാവ് നിറയുന്നു. പ്രാർത്ഥിക്കാം. ഓ സ്തോത്ര ദൈവമേ, സമൂഹമായി ആരാധിക്കുന്നു, കുടുംബമായി ആരാധിക്കുന്നു, കുഞ്ഞുങ്ങളോടൊപ്പം ആരാധിക്കുന്നു, മാതാപിതാക്കളോട് ചേർന്ന് ആരാധിക്കുന്നു, അയൽജനങ്ങളോട് ചേർന്ന് ആരാധിക്കുന്നു, എല്ലാ ശുശ്രൂഷകരോടും ചേർന്ന് ആരാധിക്കുന്നു. ഓ സ്തോത്രം ദൈവമേ, ആരാധന. ഹല്ലേലൂയ, ഞാൻ പാടിടും. ആമേൻ, ആമേൻ. യേശുവിനെ ആരാധിക്കും. ശക്തമായി കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ചേർന്ന് ഹല്ലേലൂയ, ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഒരിക്കൽ കൂടി ആയിരടി ഒന്ന് പാടാം. ഹല്ലേലൂയ, ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി പാടാം. ഹല്ലേലൂയ, ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ.
സ്ഥലങ്ങളിലേക്ക് കരങ്ങളടിച്ച് നാമം രക്ഷയാ, ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നാമം സൗഖ്യമാ, യേശുവെന്നെ വീണ്ടെടുത്തു, യേശുവിനെ വീണ്ടെടുത്തു, യേശുവിൻ നാമം വിടുതലായി, വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിനെ വീണ്ടെടുത്തു. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും, ഈശോ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ, സർവാധി ശക്തൻ. ഹല്ലേലൂയ ഞാൻ പാടിടും, ആമേൻ ആമേൻ. യേശുവിനെ ആരാധിക്കും, ഗ്ലോറി ഗ്ലോറി. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, ഓ സർവശക്തനായവനെ. ശരീരങ്ങളെല്ലാം ചലിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ കർത്താവിനെ രാത്രിയിൽ ആരാധിക്കാം. അവന്റെ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുന്നു. നല്ല ദൈവമേ, നിന്റെ വാഴ്വിന്റെ കരം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ നാടിന്റെ മേൽ, ദേശത്തിന്റെ മേൽ ഉയർത്തണമേ കർത്താവേ. കുറുകിപ്പോകാത്ത നിന്റെ കരം ഞങ്ങളുടെ തലമുറകളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ വെക്കണമേ ദൈവമേ. നിന്നെ ആരാധിക്കുന്ന ഈ വേളയിൽ രോഗികളുടെ മേൽ നിന്റെ സൗഖ്യദായകമായ ശക്തി അയക്കണമേ കർത്താവേ. തളർന്ന ജീവിതങ്ങൾ നിന്റെ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ. ആറിപ്പോയ ജീവിതങ്ങൾ ചൂട് പ്രാപിക്കട്ടെ. മരവിച്ച ജീവിതങ്ങൾ ഉണർവ് പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, ആഗ്രഹിക്കാം. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി വേണം കർത്താവേ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, പുതിയ ശക്തി, അയക്കണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം പകരണമേ ദൈവമേ സൗഖ്യം. പരിശുദ്ധാത്മാവേ, ഓ സ്തോത്രം. സൗഖ്യം പകരണമേ റിയ, റിയ. പരിശുദ്ധാത്മാവേ, ഓ സ്തോത്രം. വിടുതൽ നൽകണമേ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. നൽകണമേ പരിശുദ്ധാത്മാവേ, സ്നേഹം നൽകണമേ. സ്നേഹം നൽകണമേ സ്നേഹം പറ്റി വരണ്ടു പോയ ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ. പരിശുദ്ധാത്മാവേ, ഓ സ്തോത്രം. സ്നേഹം തന്നെയായ ദൈവമേ, നൽകണമേ സമാധാനമില്ലാത്ത ജീവിതങ്ങളിൽ ശാന്തി പകരണമേ. ശാന്തിയേകണമേ റൂഹ, റൂഹ. പരിശുദ്ധാത്മാവേ, ഓ സ്തോത്രം. ശാന്തിയേകണമേ മരവിച്ച ജീവിതങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഉണർവ് പകരണമേ. ഉണർവ് നൽകണമേ റിയ, റിയ, റിയ. പുതിയ ഉണർവ് എന്നിൽ നിറയട്ടെ, എന്റെ കുടുംബത്തിൽ നിറയട്ടെ. ഓ സ്തോത്രം. പരിശുദ്ധാത്മാവേ, കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തൊടുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ണുകളെ ദയവായി അടച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, രണ്ട് കരങ്ങളും ഉയർത്തി വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴെ ഹല്ലേലൂയ, ഭൂമിയിൽ മനുഷ്യർക്കായി അവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. വിളിക്കാം. ഓ സ്തോത്രം ദൈവമേ. യേശുനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ജീവനാമം, കരങ്ങളടിച്ചു വീണ്ടും. യേശുനാമത്തെ പുറത്തുനിന്നെടുത്ത് സൗഖ്യമുണ്ട്. യേശുനാമത്തെ ആരാധിക്കുന്നിടത്ത് വിടുതലുണ്ട്. യേശുനാമം രക്ഷാനാമം, റിയ, റിയ. യേശുനാമം ജീവനാമം, യേശുനാമം രക്ഷാനാമം, ആമേൻ. യേശുനാമം ജീവനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ജീവനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം ജീവനാമം, യേശുവേ എൻ രക്ഷക, യേശുവേ
സ്നേഹിച്ച് യേശുവേ എന്റെ രക്ഷകാ, ഓ. യേശുവേ എൻ സ്നേഹമേ, യേശുവേ യേശുവേ എൻ രക്ഷകാ, യേശുവേ എൻ ജീവിതം മുഴുവൻ കൊടുത്ത് സൗഖ്യമേ. യേശുവേ എന്റെ രക്ഷകാ, യേശുവേ യേശുവേ സർവസ്വമേ യേശുവേ എൻ രക്ഷകാ, യേശുവേ എൻ സർവ്വസ്വമേ. ആമേൻ. യേശുവേ അവനെ കൂടാതെ നന്മയില്ല. എന്റെ എല്ലാം യേശു, എന്റെ എല്ലാം യേശു. യേശുവേ എൻ എന്റെ രക്ഷകാ, കർത്താവേ, എന്റെ കർത്താവേ, ഈ രാത്രിയിൽ എന്നെ ഓർക്കണമേ. സ്നേഹമേ. ഈ രാത്രിയിൽ കൂട്ടായ്മ ഓർക്കണമേ ദൈവമേ. എന്റെ ഈശോ, യേശുവേ എൻ സ്നേഹമേ, എന്റെ എല്ലാം എല്ലാം യേശു, എല്ലാം എല്ലാം യേശു, എല്ലാറ്റിനും ഉപരി ഈശോയെ സ്നേഹിച്ച് എല്ലാം എല്ലാം യേശു, ജീവിതം വീണ്ടും നവീകരിക്കുന്ന കർത്താവ്. എല്ലാം എല്ലാം യേശുവേ. ആത്മാവിന്റെ കൃപകൾ ദൈവം നൽകുന്നു. ഓ, രണ്ട് കരം ഉയർത്തി ഒരിക്കൽ കൂടി വിളിക്കാം ഈശോയെ. ബോധപൂർവം ഏതാനും മിനിറ്റുകൾ ദയവായി അല്പം കൂടി ശബ്ദം ഉയർത്തി, അല്പം കൂടി കരം ഉയർത്തി എന്റെ ഈശോയെ ഒന്ന് വിളിച്ച്, ഓ സ്തോത്ര ദൈവമേ, ഓ ദൈവമേ, എന്റെ ഈശോയെ, എന്റെ ദൈവമേ, അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹമിതാ വലയം ചെയ്യുന്നു. ഓ, അങ്ങനെ സ്നേഹം ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടും വലയം ചെയ്യട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വലയം ചെയ്യട്ടെ, ദൈവ സ്നേഹം ഞങ്ങളുടെ ജീവിതങ്ങളെ വലയം ചെയ്യട്ടെ. യേശുവിന്റെ കുരിശിൽ തൊടുന്ന രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകപ്പെടട്ടെ. അവന്റെ കുരിശിൽ തൊടുന്ന അളവൊട്ടിയുള്ള സ്നേഹം ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കട്ടെ. വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു ദൈവമേ, വാഴ്ത്തുന്നു, വാഴ്ത്തുന്നു ദൈവമേ, വാഴ്ത്തുന്നു ദൈവമേ. ഓ സ്തോത്ര ദൈവമേ, അഗ്നിനാവുകൾ പോലെയുള്ള തീജ്വാലകൾ അവരോരോരുത്തരുടെ മേൽ വന്നു നിന്നു. ആത്മാവ് കൊടുത്ത ഭാഷണം അനുസരിച്ച് അവർ സംസാരിച്ചു. ആത്മാവ് നൽകുന്ന ബോധ്യങ്ങളനുസരിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മേൽ വന്ന് നിറയണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ കർത്താവേ, ഞങ്ങളെ സ്വന്തമാക്കണമേ. കൃപ ഒഴുകട്ടെ, സ്നേഹം ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, വെളിച്ചം ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ശാന്തമായി സ്വസ്ഥാനങ്ങൾ ഒരു നിമിഷം കൂടിയിരുന്ന് ഇരുകരങ്ങളും നെഞ്ചോട് ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച്, നല്ല ദൈവമേ, ഈ രാത്രികാലം അവിടുത്തെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ഞങ്ങളെ വിളിച്ചല്ല കർത്താവേ. ഈ വേർതിരിക്കപ്പെട്ട രാത്രിയിൽ എൻ്റെ ജീവിതവും മാറട്ടെ കർത്താവേ. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ദിനം ദൈവമേ, എൻ്റെ കുടുംബം രൂപപ്പെടട്ടെ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റേതായി തീരട്ടെ. എൻ്റെ സമൂഹങ്ങൾ വിശുദ്ധി പ്രാപിക്കട്ടെ കർത്താവേ. ഞാനായിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. മലാക്കി 3:12 ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അനുഗ്രഹീതരെന്ന ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. ഈശോയെ, അങ്ങയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ, അങ്ങേ ഞങ്ങൾ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ കർത്തൃത്വം ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ ഞങ്ങൾ അനുഗ്രഹീതരായിത്തീരുന്നു. ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ പ്രകടമായ അനുഭവം ആനന്ദമാണ്. ഈ ആനന്ദം ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ പകരണമേ. ശാശ്വതമായ ആനന്ദം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ഉറവ പൊട്ടട്ടെ കർത്താവേ. തിന്മ ഞങ്ങളെ തളർത്ത ഞങ്ങളുടെ ഹൃദയങ്ങൾ, ലോകം തകർത്ത ഞങ്ങളുടെ മനസ്സുകൾ ദൈവമേ, നിന്റെ സ്നേഹത്താൽ, നിന്റെ ആനന്ദത്താൽ വീണ്ടും ലഹരി പിടിക്കട്ടെ. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളിപ്പോൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ കർത്താവേ. നിന്റെ നാമത്തെ ഉയർത്തുന്നവരായി ഞങ്ങൾ ഏവരും മാറട്ടെ. നിന്റെ ആത്മാവാ ഞങ്ങളെ നവീകരിക്കണമേ. ഒരിക്കൽ കൂടി 2 കരവും ഉയർത്തി ആത്മാവിൻ്റെ ഒരു നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങൾ നിറയാം. ആത്മാവ് നയിക്കുന്ന ജീവിതമായി എൻ്റെ ജീവിതം മാറാൻ എൻ്റെ ദൈവമേ, രാത്രി ഒരിക്കൽ കൂടി ആത്മാവായ ദൈവം ഞങ്ങളങ്ങ് വിളിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ നിറഞ്ഞ ആത്മാവേ,
എൻ്റെ ജീവിതത്തെ ആകമാനം നവീകരിക്കണമേ. യേശുവിൻ്റെ പൊന്മുഖം കണ്ട് ജീവിക്കുവാൻ, ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ, അവിടുത്തെ സത്യസഭയായ സമൂഹത്തോട് ചേർന്ന് ഈ വിശ്വാസ ജീവിതം പൂർത്തിയാക്കുവാൻ ദൈവമേ സാധിക്കുന്നിടത്തെല്ലാം യേശുവിനെ ഉയർത്തി ജീവിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി ഞങ്ങൾ മാറുവാൻ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. ജോഷുവയെ പോലെ രാത്രി ഞങ്ങളെ പറയട്ടെ കർത്താവേ, തത്തുല്യമായ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. സ്തോത്രം ദൈവം. അങ്ങേ ഉയർത്തുന്നതാണെൻ്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണെൻ്റെ വാഞ്ച, അങ്ങേ ഉയർത്തുന്നതാണെൻ്റെ ആശ, അങ്ങേ ഉയർത്തുന്നതാണെൻ്റെ വാഞ്ച. അങ്ങേ ഉയർത്തിയിടുന്നു, അങ്ങേ ഉയർത്തിയിടുന്നു യേശു രാജാവിനെ. അങ്ങേ ഉയർത്തിയിടുന്നു, അങ്ങേ ഉയർത്തിയിടുന്നു യേശു രാജാവിനെ. ആ ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈശോ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ, ഞങ്ങളുടെ നെടുവീർപ്പുകൾ കാണണമേ, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കണമേ, ഞങ്ങളുടെ തകർച്ചകൾ എടുത്തു നീക്കണമേ, ഞങ്ങളെ വീണ്ടും പണിതുയർത്തണമേ ഞങ്ങളുടെ കർത്താവേ യേശുവേ. ഞങ്ങൾക്കായി ഒരു അത്ഭുതം നീ ചെയ്യണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ തൊടണമേ, ഞങ്ങളുടെ ബന്ധനങ്ങളെ തകർക്കണമേ, ഞങ്ങളുടെ മുറിവുകൾ ഉണക്കണമേ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പിയെടുക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രക്ഷക യേശുവേ, 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 Did you
അബ്ബായേ, ഈശോയേ, റൂഹായേ, ഞങ്ങൾക്കായി നീ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ, ഞങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ തൊടണമേ, മുറിവേറ്റ മനസ്സുകളെ ആശ്വസിപ്പിക്കണമേ, നിസ്സഹായരുടെ നിലവിളി കേൾക്കണമേ. ഓ, ഈ രാത്രിയിൽ നീ ഇറങ്ങി വരണമേ, നിന്റെ മക്കൾക്കായി ഒരു അത്ഭുതം ചെയ്യണമേ, നിന്റെ പരിശുദ്ധി വെളിപ്പെടുത്തണമേ, നിന്റെ പരിശുദ്ധി വെളിപ്പെടുത്തണമേ, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, ഒരു നിലവിളിക്ക് നീ ഉത്തരം നൽകാതിരിക്കരുതേ. കൃപ ഒഴുകട്ടെ. കൃപയൊഴുകട്ടെ, ദൈവകൃപ, കൃപയൊഴുകട്ടെ, ദൈവകൃപ. കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിസ്സഹായരും ബലഹീനരുമാണെന്ന് നീ അറിയുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ അയോഗ്യത നിറഞ്ഞവരാണ്. കർത്താവേ, ഞങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ല, ഞങ്ങളുടെ പാപങ്ങൾ മാത്രം. ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങളെ തളർത്തിക്കളയുന്നു. എങ്കിലും നിന്റെ കൃപ വലുതാണല്ലോ ദൈവമേ. നിന്റെ കൃപ ഞങ്ങൾക്കെല്ലാം നൽകുമെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ കൃപയുടെ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയുടെ ഒരു നിമിഷം ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ സന്ദർശിക്കട്ടെ. നിന്റെ കൃപ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. നിന്റെ കൃപ ഞങ്ങളെ പുതുക്കി പണിയട്ടെ. നിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഒഴുക്കണമേ കർത്താവേ. ലോകം മുഴുവനിലേക്ക് ഈ രാത്രിയിൽ നിന്റെ കൃപ ഒഴുക്കണമേ. മീഡിയയിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും നിന്റെ കൃപ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതത്തിലേക്കും നിന്റെ കൃപ ഒഴുക്കണമേ കർത്താവേ. നിന്റെ അത്ഭുതകരമായ കൃപ, നിന്റെ അത്ഭുതകരമായ ശക്തി ഈ രാത്രിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കുന്നു. കൃപ ഒഴുക്കണമേ. കൃപയൊഴുകട്ടെ, ദൈവകൃപ, കൃപയൊഴുകട്ടെ, ദൈവകൃപ. കർത്താവേ, കൃപയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനും ഒന്നുമാകാനും കഴിയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. രാത്രി മുഴുവനും പത്രോസ് ഗലീലാ കടലിൽ അധ്വാനിച്ചുവെങ്കിലും ഒരു മീൻ പോലും കിട്ടിയില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നു. എന്നാൽ നിന്റെ കൃപ അവൻ്റെ വല നിറയെ മത്സ്യം സമ്പാദിക്കുന്നതിനിടയാക്കി. ആ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുപാട് കാലമായി അധ്വാനിക്കുന്നു.
ഞങ്ങൾ ഒരുപാട് കാലമായി പരിശ്രമിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും കർത്താവേ ഇന്ന് ശൂന്യമായ വലകളാണ്. കർത്താവേ, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പരിശ്രമങ്ങൾ ഞങ്ങളെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ നിന്റെ കൃപയ്ക്ക് അതെല്ലാം പരിഹരിക്കാൻ കഴിയും. നിന്റെ കൃപയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. കർത്താവേ, ആ കൃപ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒഴുക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൃപയൊഴുക്കണമേ. കൃപയൊഴുകട്ടെ, ദൈവകൃപ കൃപയൊഴുകട്ടെ, ദൈവകൃപ കൃപയൊഴുകട്ടെ, ദൈവകൃപ കൃപയൊഴുകട്ടെ, ദൈവകൃപ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കൃപ കൂടുതലായി വേണ്ട ജീവിത മേഖലകളെ ഈശോയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുക. ഒരുപക്ഷെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം ദൈവകൃപ കൂടുതൽ ആവശ്യമായിരിക്കും. ഒരുപക്ഷെ നമ്മളുടെ മക്കളുടെ ജീവിതത്തിലായിരിക്കാം ദൈവകൃപ ഈ രാത്രിയിൽ വേണ്ടത്. ഒരുപക്ഷെ സാമ്പത്തിക മേഖലകളിലായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലകളിലായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ ആത്മീയ ജീവിതത്തിലേക്കായിരിക്കാം കൃപ ഒഴുക്കേണ്ടത്. ആ മേഖലകളിലേക്കെല്ലാം ഈശോയുടെ കൃപ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായവനെ ആരാധന. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിന്റെ കൃപ ഒഴുക്കുന്ന ഈ രാത്രിയിൽ, നിന്റെ സ്നേഹം ഒഴുക്കുന്ന ഈ രാത്രിയിൽ, നിന്റെ ശക്തി വർഷിക്കുന്ന ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നീ മഹത്വപ്പെടട്ടെ ഈ രാത്രിയിൽ. നിന്റെ കൃപ ഒഴുകട്ടെ കർത്താവേ. നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചികമായ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവേ, തകർന്ന കുടുംബങ്ങൾ ഐശ്വര്യപ്പെടട്ടെ, വഴിമുട്ടിയ ജീവിതങ്ങളിലേക്ക് വഴികൾ തുറക്കപ്പെടട്ടെ, അടഞ്ഞ വാതിലുകൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ, കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്ബാ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അവിടുത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ തൃത്വമേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ ആരാധിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന അനേക ലക്ഷം മക്കളോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ രാത്രി കൃപയുടെ രാത്രിയായി മാറട്ടെ, ലോകത്തിന് മുഴുവനും അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ, സൗഖ്യം പടരുന്ന രാത്രിയായി മാറട്ടെ, വിശുദ്ധീകരിക്കുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തുതി.